ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ അല്ലേ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് നോക്കാം. ഞങ്ങളുടെ ചെറുപ്പളശ്ശേരി പുത്തനാൽക്കാവിലെ കാളവേലയാണ്. അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്. ഇത് നേരം വെളുക്കുന്നേ ഉള്ളൂ. ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഇനി അടുക്കളയിലേക്ക് കയറണം. കുട്ടികൾ എണീക്കുന്നതിന് മുന്നേ പണികൾ നോക്കണം. കാരണം രാവിലെ അമ്പലത്തിൽ പോകാനുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ചായ വെച്ചിട്ടുണ്ട്. ഇനി ഇതേ പാല് അരിച്ചെടുക്കുകയാണ്. തലേന്നൊരു കുറച്ച് നേരം അധികം തിളപ്പിച്ചെടുക്കുന്ന പാലാണിത്. ഇതിനെ ഈ അരിച്ചതിന് ശേഷം ഈ പാട ഇങ്ങനെ എടുത്ത് വെക്കും ഞങ്ങൾ. ഇത് ഉപയോഗിച്ചാണ് ഞങ്ങൾ നെയ്യ് ഉണ്ടാക്കുന്നത്. ഈ ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ടയിട്ടിരിക്കുന്ന പാൽ. ഇത് പാക്കറ്റ് പാലല്ലേ, ഇത് ഞങ്ങളൊരു വീട്ടിൽ നിന്ന് മേടിക്കുന്നതാണ്. ഇനി ഇത് ചായ വെച്ചിട്ടുണ്ട്. ചായ റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം സാമ്പാറിനുള്ള കാര്യങ്ങൾ നോക്കണം. ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ടാണ് വയ്ക്കുന്നത്. വെണ്ടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. മാവൊന്ന് ഇളക്കി വയ്ക്കാം. ഇനി ഇത് സാമ്പാർ കഷ്ണങ്ങൾ അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോഴേക്കും ഇനി അതാവുമ്പോഴേക്കും തേങ്ങയൊക്കെ ചിരവി എടുക്കണം. ഇത് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി അരി കഴുകി അടുപ്പത്തിടണം. ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. സാമ്പാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും ബീട്രൂട്ടും വെച്ച് ഒരു തോരനും വെച്ചിട്ടുണ്ട്. മക്കളൊക്കെ എണീറ്റിട്ടുണ്ട്. ഇനി അവരെ പല്ല് തേപ്പിക്കലും കുളിപ്പിക്കലുമാണ്. ഇത് അവർക്കുള്ള ദോശ ഉണ്ടാക്കുകയാണ്. ഇത് കൊടുത്തിട്ട് വേണം ഇനി എല്ലാവർക്കും പുറപ്പെട്ടിട്ട് അമ്പലത്തിലോട്ട് പോകാനായിട്ട്. അവരുടെ ദോശയൊക്കെ റെഡിയായി. ഇത് ഞങ്ങളെല്ലാവരും പുറപ്പെട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ അമ്പലത്തിലേക്ക് എത്തും കേട്ടോ. ഞങ്ങൾ വണ്ടിയിലാണ് പോയത്. അമ്പലത്തിലെത്തി. അമ്പലത്തിലൊക്കെ തൊഴുതു. അമ്പലത്തിൽ പറ വെച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് പ്രസാദം കിട്ടി. അത് കഴിച്ച് പിന്നെ നേരെ കഞ്ഞിക്കുടിയിലാണ്. കഞ്ഞി സദ്യ. അത് കഞ്ഞി, പുഴുക്ക്, അച്ചാർ. പിന്നെ ഗ്രൗണ്ടിലൂടെയൊക്കെ നടന്നു. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊരെണ്ണം മേടിച്ചു കേട്ടോ. പിന്നെ അടുത്തത് ബലൂണുകളാണ്. നല്ല ഭംഗിയുണ്ട്. പല പല ബലൂണുകൾ. നമ്മുടെ കാത്തുപൂച്ചയൊക്കെ ഉണ്ട് അതിൽ. ഗ്രൗണ്ടിൽ കൂടെ കുറേ കളിപ്പാട്ടങ്ങളും ഇതൊക്കെ കണ്ടിങ്ങനെ നടന്നു. മക്കൾക്ക് കുറച്ച് കളി സാധനങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം വീട്ടിലോട്ട് തിരിച്ചു. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഇത് കേട്ടോ. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറിച്ചൻ്റെ ഉടന്ന് കരിമീൻ പൊള്ളിച്ചത് കൊണ്ടുവന്ന്. ഇനി അതെല്ലാം കഴിച്ചു. പിന്നെ വൈകുന്നേരം ഒരു 5 മണിയായപ്പോഴേക്കും ഞങ്ങൾ അവിടുത്തെ ദേശക്കാള പോകാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ പിന്നാലെ ഒരു 5 മണിയോട് കൂടിയിട്ട് തന്നെ ഞങ്ങൾ പുറപ്പെട്ടിറങ്ങും. ഞങ്ങൾ ടൗണിലെത്തിയിട്ടുണ്ട്. സാധാരണ ഇരിക്കുന്ന സ്ഥലത്തല്ല പ്രാവശ്യം ഞങ്ങളിരുന്നത്. പ്രാവശ്യം കാളകളൊക്കെ വൈകിയാണ് അമ്പലത്തിൽ കയറിയത്. അതുകൊണ്ട് തന്നെ മക്കളൊക്കെ വാശി പിടിച്ചപ്പോൾ വേഗം വീട്ടിലേക്ക് പോകുന്നു കേട്ടോ.